ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10,42,00,000 രൂപയുടെ തട്ടിപ്പ്. മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 13 പേർക്കെതിരെ കേസ്. ഇടുക്കി ജില്ലയിലെ LDF ഭരിക്കുന്ന തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 10.42 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തി. സഹകരണ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് വൻ ക്രമക്കേട് പുറത്തുവന്നത്. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാറിന്റെ പരാതിയെ തുടർന്ന് മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും ഉൾപ്പെടെ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2020 മുതൽ 2026 ജനുവരി വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തൽ. ബാങ്കിലെ 11 അംഗ ഭരണസമിതിയിൽ 9 പേർ CPM അംഗങ്ങളാണെന്നാണ് റിപ്പോർട്ട്. അംഗങ്ങളുടെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലും വ്യാജ പേരുകളിലും വായ്പകൾ അനുവദിച്ചും SHG, JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചുമാണ് കോടികൾ തട്ടിയെടുത്തതെന്നാണ് ആരോപണം. സംഭവം പുറത്തുവന്നതോടെ 236 വായ്പാ അപേക്ഷകൾ ബാങ്കിൽ നിന്ന് കാണാതായതായും അന്വേഷണത്തിൽ കണ്ടെത്തി.